അമ്മച്ചന്മാരെ അപ്പച്ചന്മാരെ, അപ്പോൾ നമ്മുടെ അച്ഛന് ഒഴിവില്ലാത്ത കാരണം കൊണ്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അച്ഛനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 4 കുടുംബ കൂട്ടായ്മ വാർഷികങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം മാത്രമേ ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളൂ. ഇന്ന് 3 യൂണിറ്റുകളിൽ കൂടി പോകാനുണ്ട്. അത് കഴിഞ്ഞ് വ്യക്തിപരമായിട്ട് പുറമെ വികാരിച്ചെന്ന നിലയ്ക്ക് ഒരു ഇടവകയിൽ ചെന്ന് 8:30 മണിക്ക് കണക്ക് നോക്കാനുണ്ട്. അവിടെയുള്ള വികാരിച്ചനൊന്ന് ട്രാൻസ്ഫറായി പോകുന്നു, പുതിയ വികാരിച്ചൻ വരുന്നു. ആ ഒരു കാര്യം ഇന്ന് തീർക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ റിപ്പോർട്ടൊക്കെ ഒന്ന് ഷോർട്ടാക്കിപ്പിച്ചു. അധ്യക്ഷ പ്രസംഗം മിനി ഡൊമിനിക്ക് വളരെ പെട്ടെന്ന് എനിക്കാണ് പിന്നീട് പറഞ്ഞോളൂട്ടാ, പറയാനുള്ളതൊക്കെ പ്രസിഡന്റ് പിന്നെ പറയുന്നതായിരിക്കും. ഏതായാലും ഈ വർഷം ഫ്രാൻസിസ് അസീസി യൂണിറ്റ് കുടുംബ കൂട്ടായ്മ വാർഷികം ആഘോഷിക്കുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു പശ്ചാത്തലത്തിലാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചില്ലേ? ഫ്രാൻസിസ് അസീസി വർഷാചരണമാണ്. 800 വർഷമായി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മോട് വിട പറഞ്ഞിട്ട്. തൊട്ടു മുമ്പുള്ള മാർപ്പാപ്പയുടെ പേര് ഫ്രാൻസിസ് പാപ്പ എന്നായിരുന്നു. ലിയോ പാപ്പ വന്നിട്ട് ആദ്യം ചെയ്തൊരു കാര്യം ഇതാണ്: ഈ വർഷം ഫ്രാൻസിസ് പുണ്യവാളന്റെ വർഷമായിരിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പേരിന്റെ ഒരു പ്രസക്തിയേക്കാൾ ഉപരി അസീസിയിലെ ഫ്രാൻസിസിന്റെ ഒരു ആത്മീയ ചൈതന്യം ഈ ലോകത്തിന് അനുഗ്രഹമാകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഈ ഒരു വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കടന്നുപോയി, പക്ഷേ അദ്ദേഹത്തിന്റെ സ്മരണകളും ആത്മീയ ചൈതന്യമൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വളരെ ലളിതമായ ജീവിതം നയിച്ച് ഞങ്ങൾ അച്ഛന്മാർ പോലും, നിങ്ങൾക്കറിയാലേ, അസീസിയിലെ ഫ്രാൻസിസ് പുരോഹിതനായിരുന്നില്ല, ഒരു സഹോദരനായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും ക്രിസ്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും കൊണ്ട് വിശുദ്ധന്മാരിൽ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഈ കുടുംബ കൂട്ടായ്മ വാർഷിക ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ പുണ്യവാന്റെ മാധ്യസ്ഥവും സംരക്ഷണവും ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. ഈ കുടുംബ കൂട്ടായ്മ വാർഷിക ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഫ്രാൻസിസ് അസീസിയിലെ യൂണിറ്റിന് വനിതാ പ്രസിഡന്റാണ്. 6-7 യൂണിറ്റുകൾ അവിടെ ലിസ്റ്റിരിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കം 72 യൂണിറ്റുകളിലെ 7 യൂണിറ്റുകളിലാണ് വനിതകൾ, സ്ത്രീകൾ പ്രസിഡന്റുമാരായിട്ടുള്ളത്. ആ യൂണിറ്റുകൾ വളരെ സജീവമാണ്. ഇവിടെ കുട്ടിക്കൂട്ടായ്മ, ഞാനും കൊച്ചന്മാരൊക്കെ മാറി മാറി വരാറുണ്ട്. ഇവിടെയുള്ള മറ്റു കുറേയേറെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒത്തിരിയേറെ പേര് ഒരുമിച്ച് ചേർന്ന് സഹകരിച്ചുകൊണ്ട് തന്നെ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, അത് പല രീതികളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ സഹകരിച്ച് ഭാരവാഹികൾ നേതൃത്വം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കുടുംബ കൂട്ടായ്മ വാർഷികം സംഘടിപ്പിക്കുന്നതിന് കുറേയേറെ ത്യാഗം എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ മിനി ഡൊമിനിക്കിനും ഭാരവാഹികൾക്കും നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അവരെ അഭിനന്ദിക്കാം. എത്രമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട്, എത്ര പേര് കണ്ട് സംസാരിച്ച് കണ്ട ഇവിടെ രംഗപൂജ തുടങ്ങി. ഇവിടെ കുട്ടിക്കൂട്ടായ്മയുടെ പ്രസിഡന്റ് വന്നിരിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അവർ രണ്ടുപേരും ഡാൻസ് കളിച്ച് നമ്മളെ പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഈ യൂണിറ്റിന് എല്ലാ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഇടവക ദിനത്തിനും ഇടവകയിലും വിവിധ പ്രവർത്തനങ്ങൾക്കൊക്കെ നൽകുന്ന സഹകരണത്തിന്, പങ്കാളിത്തത്തിന് നന്ദി പറഞ്ഞ് അഭിനന്ദനം നേർന്നുകൊണ്ട് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
നമ്മുടെ പരിപാടിക്ക് ഔദ്യോഗികമായി തിരിതെളിയിക്കപ്പെട്ട നിമിഷമാണ്. വികാരിയച്ഛനെയും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കും. കൈകാരന്മാർ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, യൂണിറ്റ് പ്രസിഡന്റ്, സെൻറ്റ് ഫ്രാൻസിസ് അസിസിയിലെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് അസിസി കുടുംബവാർഷികത്തിൻ്റെ ആശംസകൾ ആദ്യമേ നിന്ന് നേരുകയാണ്. ഈ യൂണിറ്റിൽ ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. വാർഷികത്തിന് അന്നും ഇന്നും എന്നും ഇടവയിലെ ഏറ്റവും നല്ലൊരു യൂണിറ്റായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അതിന് പ്രവർത്തിച്ച മുൻ ഭാരവാഹികളെയും ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റിനെയും ആദ്യം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റിനെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയാതിരിക്കാൻ വയ്യ. കാരണം ആൾ പ്രസിഡൻ്റായതിനു ശേഷം ഏതൊരു കാര്യവും കേന്ദ്ര സമിതിയിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ആൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇതിന് ഏറ്റവും ആദ്യം നമുക്ക് തോന്നിയത് നമ്മുടെ പദയാത്രയ്ക്ക് ഒരു കൂട്ടം കുട്ടികളെയും കൊണ്ടാണ് ഈ യൂണിറ്റിൽ നിന്ന് പള്ളിയിൽ വന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് ഇടവകയിലെ ഏറ്റവും അധികം കുട്ടികളുള്ള കുട്ടി കൂട്ടായ്മ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയാണ്. അതുപോലെ നമ്മുടെ ഇടവക ദിനത്തിന് എല്ലാ പ്രോഗ്രാമിനും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇവിടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു അവിടെ മത്സരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ പള്ളിയോടും കുടുംബ കൂട്ടായ്മയോടും എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു യൂണിറ്റാണ്. ഇനിയും ഇതുപോലെ തന്നെ ആവണമെന്നും ആശംസിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ എല്ലാ വക പിന്തുണയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, കേന്ദ്ര സമിതി കൺവീനർ, സഹകാരിക്കാരെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഫ്രാൻസിസ് അസീസിയുടെ യൂണിറ്റിലുള്ള എല്ലാ അംഗങ്ങളും ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയും ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നതിനായി അടുത്തതായി സമ്മാനദാന ചടങ്ങാണ്. സമ്മാനം നൽകുന്നതിനായി വികാരിയച്ഛനെയും ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ 5 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയായ നമ്മുടെ നാടിന്റെ അഭിമാനമായ ജോൺ പോൾ ചേട്ടനെ മൊമെന്റോ സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5ാം വാർഡ് പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജീസൺ പയ്യപ്പള്ളിയെ മൊമെന്റോ സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റിൽ നിന്നും ആദ്യമായി ബൈബിൾ പുതിയ നിയമം പകർത്തി എഴുതിയ LC റാഫേലിനെയും സീത സാബുവിനെയും മൊമെന്റോ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഫാദറിന് ഏറ്റവും നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് നന്ദി പറയാം. അച്ഛന് സമയം വളരെ കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്നേനെ. അപ്പോൾ താങ്ക് യു ഫാദർ. എല്ലാവർക്കും ഞങ്ങളുടെ വക നന്ദി പറയുന്നു.